നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നമ്മുടെ ബന്ധത്തെ മുറിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ കണി. അതുകൊണ്ടാണ് ദാമ്പത്യ ബന്ധങ്ങളെ കുറിച്ച് വചനം പറയുമ്പോൾ നിങ്ങൾ പരസ്പരം ഐക്യത്തിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അതുകൊണ്ട് മുറിഞ്ഞു പോകും. എന്തിനാ ഐക്യത്തിൽ നിൽക്കുന്നത്? പ്രാർത്ഥന മുറിയാതിരിക്കാൻ. പിശാചിന്റെ കെണിയാണ് നിങ്ങളെ വിഘടിപ്പിച്ചിട്ട്, വേർപെടുത്തിയിട്ട്, ഭിന്നിപ്പിച്ചിട്ട്, കുടുംബത്തിൽ ഭിന്നത വിതച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പോലും തകർക്കും. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളോടുള്ള ബന്ധം മുറിച്ച് ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധവും മുറിക്കും. അങ്ങനെ ആത്മരക്ഷ അപകടത്തിലാക്കുമെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഭോഷന്മാരായിട്ട് നമ്മൾ പലരും ജീവിച്ചുകൊണ്ടിരിക്കുക. ഭോഷന്മാരായിട്ട്. ഹല്ലേലൂയ. നമ്മൾ എന്നിട്ട് ആ വ്യക്തികളെ, ജീവിത പങ്കാളി, മക്കൾ, കുടുംബങ്ങൾ, ഇവരൊക്കെ നമ്മൾ ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല. ഇവരൊക്കെ പിശാച് ഏക ശത്രു ഒരുപക്ഷെ ചില സമയങ്ങളിൽ, ചില ഇടങ്ങളിൽ, ചില വേളകളിൽ ഉപകരണങ്ങളാക്കി മാറ്റും. അത്രേ ഉള്ളൂ. ഉപകരണങ്ങളാക്കി മാറ്റും. പിശാചിന്റെ ഉപകരണങ്ങളാക്കി ചില സമയത്ത് സംസാരിക്കും, അവരോട് സംസാരിക്കും പിശാച്.